Hi guys. Pare. Hi guys, someone tell you food. Hi guys, assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറേ നാളായി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഒരു ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ബർഗറാണ്. ബർഗറിൻ്റെ പാറ്റിയൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായി പിന്നെ വീഡിയോസ് കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ വിചാരിച്ച് പിന്നെ ഇന്ന് ബർഗറാക്കുന്ന വീഡിയോ തന്നെ എടുക്കാമെന്ന്. പിന്നെ ഫംഗ്ഷനും കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അലിഫിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ ഞാൻ ബർഗറിൻ്റെ പാറ്റി ഉണ്ട്. നല്ല അടിപൊളി ഫ്രഷ് പുറത്തുതന്നെ ഉണ്ടായ കുക്കുംബറാണ് കണ്ടത്തിൽ. അപ്പോൾ ഗായ്സ് ബർഗറിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി, ഉള്ളി, ക്യാബേജ് ഇല്ല, ക്യാബേജിന് പകരം ചീര ഇട്ടാലോ, ലീഫ് എന്നല്ല. ഞാനിതാ രണ്ടാഴ്ചയായി എൻ്റെ വീട്ടിൽ പോയിട്ട് ഫ്രിഡ്ജിൽ ഇതാ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് പോയതാണ്. വെജിറ്റബിൾസ് എല്ലാം ഉള്ളി, തക്കാളി എല്ലാം ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് പോയതാണ് മോശാതിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, മാഷാല്ലാ. എല്ലാം നല്ല ഫ്രഷ് പോലെ തന്നെ ഉണ്ട്. ചീരയെല്ലാം നല്ല നാളെ കറി വെക്കാം ആ ഒരു ടൈപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതാ തക്കാളി, ഒരു ഉള്ളി, ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്ര മതി. പോരല്ലേ ബർഗറിൽ ഉള്ളിയും തക്കാളിയും മാത്രം പോരെ? മതി. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ പാറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് മെൽട്ടാൻ വെച്ചതാണ് ഞാൻ. മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എണ്ണയിലിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിച്ചെടുക്കണം. മറിച്ചിട്ടിട്ട് അപ്പം ഇതാ ഒരു പാന്, ഇതുപോലത്തെ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട, ഒന്ന് ജസ്റ്റ് പിന്നെ എന്താ പറയുക പൊരിഞ്ഞിട്ടിയാൽ മതി. ആ ഒരു ടൈപ്പിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ മതി. മുക്കി പൊരിക്കണ്ട എണ്ണയിൽ. ഒരു 2 ആഴ്ചയോളമായി ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിൽ കല്യാണവും പ്രോഗ്രാമെല്ലാം അല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അലി പറഞ്ഞ് ബർഗർ വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റോടെ വന്ന് കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. എല്ലാ സാധനം വെച്ച് ഉണ്ടാക്കുന്ന ബർഗറാണ്. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതാണ് എൻ്റെ വ്ളോഗ്. എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഗായ്സ് പിന്നെ ബർഗറിൻ്റെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ പിന്നെ ഇതായി മിസ്സായിപ്പോയി. അല്ല ഉമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് കക്കിരിയാണ്. ഈ കക്കിരി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ നമ്മുടെ കണ്ടത്തിൽ തന്നെ ഉണ്ടായ കക്കിരിയാണ്. അവിടുന്ന് ഒരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് രസമുണ്ട് കാണാൻ, ഭയങ്കര രസമാണ്. ഇപ്പോൾ കക്കിരിയും പയറും വഴുതനങ്ങയൊക്കെ ആയിട്ടുണ്ട് അവിടെ. അപ്പം നല്ല ഫ്രഷ് കക്കിരിയാണ്. അപ്പം പിന്നെ അതിൻ്റെ വ്ളോഗ് ഒരു ദിവസം എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ മയോണൈസൊന്നും ഇല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനൊരു തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മയോണൈസൊന്നും ഇല്ല. അപ്പോൾ മയോണൈസൊക്കെ ഉണ്ടാക്കാൻ മടിയാണ്. ഞാൻ വിചാരിച്ച്
അതുകൊണ്ട് മയണൈസ് ഒന്നുമില്ല, കെച്ചപ്പൊക്കെ ഇട്ടിട്ടില്ല ബർഗർ ഉണ്ടാക്കാന്ന്. പക്ഷെ ഇതാ പിന്നെ മയണൈസ് ഉണ്ടാക്കുക, ഡൈനാമൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് പുൾമിയപ്പം ബർഗറൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. ലാസ്റ്റ് കാണാം ഇതൊക്കെ ഇന്നിൻ്റെ സാധനങ്ങൾ പ്ലാസ്റ്റിക് മുറിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം എൻ്റെ അവസാന റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. നോക്കാം നമുക്ക്. ഞാനിപ്പോൾ മയണൈസിന് വെയിറ്റ് ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പോൾ ബർഗറിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡിയായി. ഇനിയിപ്പം ബർഗർ ഒന്ന് ടോസ്റ്ററിൽ വെച്ച് കൊടുക്കാം. ഞാൻ പുതിയ ടോസ്റ്റർ ഒന്നുമാണ് അപ്പോൾ വരുമ്പോൾ ഇതിൽ നോക്കാം അല്ല. ഇതിൽ 3 പ്ലേറ്റ് ഉണ്ട്. പിന്നെ വാഫിൾസ് ആക്കുന്നതും ബ്രെഡിൻ്റെതും പിന്നെ ബർഗറിൻ്റെ ചില്ലി സോസ് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കിയെടുത്ത്. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഒന്ന് പ്രീ ഹീറ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗ്രീൻ ലൈറ്റ് കത്തിയാൽ ഇത് നല്ല ചൂടായിട്ട് വരും. അപ്പോൾ ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ബർഗർ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചൊന്ന് ബട്ടർ വെച്ച് കൊടുക്കാം. ബട്ടർ വെച്ച് കൊടുത്തതിൻ്റെ മുകളിൽ ഒരു ബന്ന്, എന്നിട്ടൊരു എന്നിട്ട് ലേശം കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ പാറ്റി വെച്ച് കൊടുക്കുക, ചിക്കൻ പാറ്റി. പിന്നെ ഒരു ഉള്ളി, തക്കാളി, കുക്കുമ്പർ, പിന്നെയും വേണം കുറച്ച് കെച്ചപ്പ് വെച്ച് കൊടുക്കാം. മയണൈസ് ഒഴിക്കണ്ടേ ഇതിൻ്റെ മുകളിൽ? ഇത് ഡൈനാമൈറ്റ് സോസ് ലാസ്റ്റ് വെച്ചാൽ മതിയാ. പിന്നെ ചീസ് വെക്കണം. ചീസല്ല ഇനി എന്തോ ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലോണം പ്രസ് ചെയ്യാം. ജലപ്പി നോക്കണം അല്ലേ. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ ജലപ്പീന വച്ചിട്ടില്ല, പിന്നെ മറന്നതാണ്. പക്ഷെ എനിക്ക് മുഹമ്മദിന് ജലപ്പീന ഇഷ്ടമല്ല, എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് മുഹമ്മദിന് കൊടുക്കാം. അപ്പം അത് അങ്ങനെ മറന്നതുകൊണ്ട് അതൊരു ഉപകാരമായി. അല്ലെങ്കിൽ ബർഗർ കടിച്ചിട്ട് കരയലാം. ഓര് പറഞ്ഞത് ജലപ്പീനോടോന്. അരി ഇങ്ങനെ തുന്നിന് പുറത്തുനിന്ന് തന്നെ ചീസെല്ലാം അതിൽ തുന്നിന്. അപ്പം ഇതെങ്ങനെ അടച്ചു വെക്കാം. ബർഗർ റെഡിയായി. പ്ലാസ്റ്റിക് കൊടുത്തു. ഇതാണ് ഇനിയാണ് കോപ്രായം. ഇനി പുൾമി അപ്പ് ബർഗറാണ്ട. കുറച്ചും കൂടി വയ്ക്കുക, എന്നാലും ഞാൻ ഒഴിക്കുമ്പോൾ താലോട്ടേക്ക് ആവും. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ.
ടി വിയിൽ കണ്ട അതുപോലെ ആക്കണം. അപ്പൊ ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റി ബർഗറാണ്. പിന്നെ കഴിച്ചു നോക്കാം.